എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് അവിടെ നിന്ന് VRS എടുത്തു. പിന്നെ ഗവൺമെൻറ് സർവീസിൽ പോയി. അപ്പോൾ അതിനോടൊപ്പം ഗവൺമെൻറ് സ്കീമുകളുണ്ടായിരുന്നു. പക്ഷേ വൈഫ് ബാങ്കിലായിരുന്നു. അപ്പോൾ വൈഫ് റിട്ടയർ ചെയ്യുന്ന വരെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസിലേക്ക് ജോയിൻ ചെയ്തു. പക്ഷേ ആ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഫുൾ ക്ലെയിം 100% ക്ലെയിം കിട്ടുന്നൊരു പോളിസി ആയിരുന്നില്ല. റൂം കാറ്റഗറിയിൽ മുഴുവൻ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് ബെനിഫിറ്റുകൾ ആയുഷായാലും അതുപോലെ കൺസ്യൂമബിൾ ബെനിഫിറ്റ് ആയാലും മുഴുവൻ കിട്ടാത്തൊരു പോളിസിയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഏജിൽ ഈ പറഞ്ഞ ഫുൾ എമൗണ്ട് കിട്ടുന്നൊരു പോളിസിയോ മറ്റേ ഔട്ട് പേഷ്യൻ്റ് ക്ലെയിമുകളോ മറ്റ് ബെനിഫിറ്റുകളോ മുഴുവൻ കിട്ടാത്തൊരു പോളിസി ഇപ്പം എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആരോഗ്യമുള്ള സമയത്ത് ഒരു പോളിസി എടുത്ത് വെക്കേണ്ടതാണ് അത്യാവശ്യം. അതായത് നമുക്കൊരു വരുമാനം കിട്ടിത്തുടങ്ങിയാൽ, അതായത് ഒരു ജോലി ആവട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവട്ടെ, അതുപോലെ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കൺട്രീസിലോ എവിടെയായാലും നമുക്കൊരു വരുമാനം കിട്ടിത്തുടങ്ങിയാൽ നമ്മളെ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആദ്യമേ എടുത്തു വയ്ക്കുക. പിന്നീട് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കമ്പനികളിലെയും പോളിസികളിൽ നമ്മളൊരു 5 കൊല്ലം 6 കൊല്ലം പ്രീമിയം അടച്ചു. നമുക്കൊരു 7 കൊല്ലം 8 കൊല്ലം കഴിഞ്ഞിട്ടേ ക്ലെയിം വരുന്നുള്ളൂ. അതുവരെ നമുക്കൊരു കാര്യത്തിലും നമുക്ക് ഈ പോളിസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ പോളിസികളിലൊന്നും നമുക്ക് OP ഫെസിലിറ്റികൾ അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ്, നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോയി എടുക്കുക, അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ പല കമ്പനികളിലും നമുക്കിപ്പോൾ ഒരു ടെസ്റ്റ്, ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയാലും നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നില്ല. ഒരു 25,000 രൂപ വരെ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടുന്ന പോളിസികൾ കമ്പനികളിൽ നിന്ന് നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പരസ്യങ്ങൾക്ക് ഓഫറുകൾക്കും പിന്നാലെ പോവാതെ നമുക്കൊരു പോളിസിയെ പറ്റി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഏത് പോളിസിയാണോ നമുക്ക് സൂട്ടബിൾ എന്ന് നോക്കി അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക. ആനുകൂല്യം കിട്ടുന്ന പോളിസികൾ നോക്കി പല കമ്പനികൾക്കും പല രീതിയിലായിട്ടുള്ള പോളിസികളാണ്. അപ്പോൾ അതുപോലെ ഉള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന പോളിസികൾ നിങ്ങൾ അന്വേഷിച്ച് അതിനനുസരിച്ചുള്ള പോളിസികൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ക്ലെയിം കിട്ടുന്നതായിരിക്കും. അതുപോലെയുള്ള പോളിസികൾ കസ്റ്റമറുടെ നീഡ് അനുസരിച്ച് അവരുടെ ശാരീരികാവസ്ഥ, സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂറെങ്കിലും ഒരു കസ്റ്റമറായിട്ട് സംസാരിച്ച് അവരുടെ സംശയങ്ങൾ തീർത്ത് കൊടുത്തതിന് ശേഷമേ ഞാനൊരു പോളിസി കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല കമ്പനികളുടെയും പ്രീമിയങ്ങൾ അതുപോലെ ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രീമിയത്തിലേക്ക് പോവുക. അല്ലാതെ പ്രീമിയം നോക്കിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം മുഴുവൻ കിട്ടില്ല. ഞാൻ കൊടുക്കുന്ന പോളിസികൾ എപ്പോഴും കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ രോഗസ്ഥിതിയും അവരുടെ ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക അവസ്ഥയും മനസ്സിലാക്കി ഡീറ്റെയിലായിട്ട് സംസാരിച്ച് എല്ലാ സംശയങ്ങളും തീർത്ത് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷമേ ഞാൻ അവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുക്കാറുള്ളൂ. അതുപോലെ നമ്മളൊരു പോളിസി കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർക്ക് ക്ലെയിം കിട്ടാത്തൊരു സാഹചര്യം വന്ന് നമ്മളെ വഴക്ക് പറയാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു പോളിസി. ഫുൾ രോഗവിവരങ്ങൾ പറഞ്ഞ് പോളിസി എടുത്തവർക്കും ആരോഗ്യമുള്ളവർ എടുത്തവർക്ക് അവർക്കും 100% ക്ലെയിം കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 2002 മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള പോളിസികൾ കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അന്വേഷിച്ച് സംശയങ്ങൾ തീർക്കാൻ വരുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം, നല്ല പോളിസികൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ ആൾക്കാരുണ്ട്. ഒരു 10 വർഷം മുമ്പ് നമ്മളിൽ മിക്കവരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്ത ആളുകളായിരിക്കും. അവരൊക്കെ എടുത്തത് പണ്ടത്തെ അംബാസഡർ കാർ, അതുപോലെ ഫിയറ്റ് കാർ, അതേ രീതിയിലുള്ള ആ വണ്ടികൾ, അന്നത്തെ വണ്ടികളിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പോളിസികളാണ് ഇപ്പോൾ നമ്മുടെ ഭൂരിഭാഗം ആളുകളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോളിസി കൊണ്ട് നമ്മൾ പലരും ഒരു ഹൈടെക് ഹോസ്പിറ്റൽ, നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ പോളിസിയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് കൂടി വന്നൊരു 5 ലക്ഷം 6 ലക്ഷം രൂപ വരെ അവർക്ക് ക്ലെയിം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പല ആൾക്കാരും പോർട്ടിങ്ങിന് വേണ്ടിയും നല്ല കമ്പനിയുടെ പോളിസിയിലേക്ക് മാറാൻ വേണ്ടിയും എന്നെ സമീപിക്കാറുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഇപ്പോൾ അത് പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നൊരു സാഹചര്യമായിരിക്കും.
അങ്ങനത്തെ കേസുകൾ നമുക്ക് പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ ആരോഗ്യം ഉള്ള ആളുകൾ നല്ല സൗകര്യങ്ങളുള്ള പോളിസി കിട്ടണം എന്നുള്ള കേസിൽ വരുന്ന അങ്ങനത്തെ ആഗ്രഹമുള്ള ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. അവർക്ക് പറ്റിയതായിട്ടുള്ള 100% ക്ലെയിം കിട്ടുന്ന കമ്പനികളുടെ പോളിസികളിലേക്ക് നമ്മൾ പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ IRDA അംഗീകരിച്ചിട്ടുള്ള കമ്പനികളുടെ നല്ല പോളിസികൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും.